സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രശേഖരനും സാറയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ അവരുടെ പോകാനായിട്ട് നിൽക്കുന്ന വഴിയുടെ മുമ്പിലായിട്ട് ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് വട്ടം വെച്ചിരിക്കുകയാണ്. അത് കാണുന്നതും സാർ അങ്ങ് ദേഷ്യപ്പെടുക. ഏതവനാ നടു റോട്ടി കൊണ്ടുവന്ന് സ്കൂട്ടർ വെച്ചിട്ട് പോയിരിക്കുന്നത്? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഞാൻ പോയി എടുത്ത് മാറ്റിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരൻ ഡോർ തുറന്ന് സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും വരുണിൻ്റെ അധികം ചന്ദ്രശേഖരൻ്റെ കാറിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് കാറിൻ്റെ ഹോൺ അടിച്ച് കാറിൻ്റെ താക്കോല് വരുൺ കൈക്കലാക്കുവാണ്ടോ. ഈ സമയം ദേഷ്യത്തിൽ സാറേയും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ചെറിയച്ച എന്താ സുഖമല്ലേ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയായിരുന്നു. ഓ ആണോ? കേട്ടില്ല രാധികെ, ചെറിയച്ചനും സാറാമ്മയുടെ കൂടിയേ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമായിരുന്നു എന്ന്. അതെ, ഒരു 4-5 മിനിറ്റ് മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എതിരെ ഒരു ആക്രമണം നടത്തിയിരുന്നു. 3-4 ഗുണ്ടകൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു. അവരെ ഞങ്ങൾ നല്ല കണക്കിന് കൊടുത്ത് ആട്ടി ഓടിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊല്ലാനായിട്ട് ആ ഗുണ്ടകളെ പറഞ്ഞയച്ചത് നട്ടലില്ലാത്ത എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെറിയച്ചൻ തന്നെയാണ്. അന്നേരം രാധിക പറയണേ, ചെറിയച്ചനെ കൊണ്ട് ഈ നട്ടലില്ലാത്ത പ്രവൃത്തി ചെയ്യിപ്പിച്ചത് ഈ നിൽക്കുന്ന സാറാ മേഡം. അതേക്കുന്നതും സാറൊക്കെ അങ്ങ് ചൊറിഞ്ഞു വരുവാ. നീ എന്തൊക്കെയാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നതെന്നുള്ള ഓർമ്മയുണ്ടാവണം നിനക്ക്. ഉണ്ടല്ലോ, നല്ല ഓർമ്മയുണ്ട്. കുറേ പാവപ്പെട്ട ആൾക്കാരെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ നിങ്ങളോട് ഇതിലും കൂടുതൽ മാന്യത കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഉപദ്രവിക്കാനും ഞങ്ങൾ ദ്രോഹിക്കാനും പിന്നാലെ കൂടാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഞങ്ങളങ്ങനെ ഇനി അടങ്ങിയിരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അന്നേരം സാറ് പറയണേ, നീയൊക്കെ പിന്നെ എന്താടി വിചാരിച്ചത്? ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ ജയിലിൽ കയറ്റിയിട്ടില്ല. നിങ്ങൾ രണ്ടുപേരുമാണ് എന്നെ ഇത്രയും ദിവസം ജയിലിൽ കയറ്റാനുള്ള കാരണം. അങ്ങനെയുള്ള നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിന്നെയൊന്നും ഇനി ഭൂമിയിൽ വെച്ചേക്കില്ല ഞാൻ. അന്നേരം വരുൺ പറയുക, സാറാ മാഡം, നിങ്ങൾ വെല്ലുവിളിയൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷേ നിങ്ങളങ്ങനെ ഞങ്ങൾക്കെതിരെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചുമ്മാ കൈയും കെട്ടി നിന്ന് വരുമെന്ന് കരുതിയോ? എന്നാലേ നിങ്ങൾക്ക് തെറ്റി. ചെറിയ ബുദ്ധി എന്താണെങ്കിലും കൊള്ളാം. ഞങ്ങളെ കൊല്ലാനായിട്ട് ആളുകൾ ഏർപ്പാടാക്കിയ, പക്ഷേ ആളുകൾ അത്ര പോരാ. ഇനി അടുത്ത തവണ കുറച്ചുകൂടി നല്ല ആൾക്കാരെ വിളിക്കാൻ ശ്രമിക്കും. ഈ സമയം രാധിക പറയുന്നുണ്ട്, എന്താണെങ്കിലും സാറാ മാഡം, നിങ്ങൾ ഇതുവരെ കണ്ട വരുണും രാധികയല്ല ഇപ്പോൾ ഞങ്ങൾക്ക് പഴയതിനേക്കാളും കുറച്ചുകൂടി കരുത്ത് കൂടിയിട്ടുണ്ട്. കൊല്ലാൻ ഇനി ആളിറക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അവരുടെ കഴുത്തിന് നേരെ കത്തി വെക്കാനും വരുൺ മടിച്ചില്ല. ഈ സമയം വരുൺ ചെറിയച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയണേ, ചെറിയച്ച, നിങ്ങളുടെ പണികളൊക്കെ അല്ലെങ്കിലും ഗംഭീരമാകുന്നുണ്ട്. ബെഞ്ചമിന് വെച്ചുള്ള നിങ്ങളുടെ പണി അത് മൂലമാണല്ലോ ഞങ്ങളുടെ കമ്പനി തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത്. എന്തിന് കമ്പനി മാത്രമോ? ഞങ്ങളുടെ കുടുംബം വരെ വിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നാൽ അതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കണമെന്ന് ഒന്ന് തീരുമാനിച്ച് അറിഞ്ഞൊന്നിറങ്ങിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കൊരു വലിയ നഷ്ടം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടി ബലിയിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബലിച്ചോറിനോടുള്ള താല്പര്യം അത്രയ്ക്ക് കൂടിയാൽ മാത്രമേ ഇനി ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കളികളൊക്കെ ഇറങ്ങിപ്പുറപ്പെടാൻ പാടുള്ളൂ. ചന്ദ്രശേഖരൻ ചക്രവർത്തി എന്നുള്ള വാർത്ത കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ ചന്ദ്രശേഖരൻ ചത്തകിടക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ അത്ര രസം ഉണ്ടാവില്ല. എന്നാൽ വരട്ടെ, വരാധികെ. അങ്ങനെ പറഞ്ഞ വരുൺ രാധികയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനും സാറയുമാണെങ്കിൽ അവരുടെ മുമ്പിലാകെ നാണം കെട്ട് നാരനിൽക്കുമായിരുന്നു. ഈ സമയം സാറ് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ചന്ദ്രശേഖര, ആ വരുണിനെ നമ്മളങ്ങനെ നിസ്സാരക്കാരനെ കാണാൻ പാടില്ല. അവൻ മിടുക്കനാണ്. അവനെ ഇതുപോലെയുള്ള ഗുണ്ടകളെയൊക്കെ അയച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് അവനെ തകർക്കാനും ഇല്ലാതാക്കാനും മറ്റൊരു പ്ലാൻ തയ്യാറാക്കണം. എന്താണെങ്കിലും അതിനി അധികം കാത്തിരിക്കാൻ ഈ സാറ് തീരുമാനിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എടുക്കണം. അതെങ്ങനെ വേണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്നും പറഞ്ഞ് എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കി നിൽക്കുകയാണ് കേട്ടോ സാറാ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേൻ്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് പ്രൊഡക്ഷൻ കൺട്രോളും മാനേജറും കൂടി അവരുടെ സിനിമയുടെ ഫ്ലക്സൊക്കെ അടിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ അതൊക്കെ കണ്ട് കണ്ണും തള്ളി സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക. മുത്തശ്ശി എങ്ങനെയുണ്ട്? പിന്നെ നീ സൂപ്പറായിട്ടുണ്ട് മോളെ, എന്തൊരു ഭംഗിയാ. ഇനി ഈ നാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ ഫ്ലക്സും പോസ്റ്ററുകളും അല്ലേ എന്നറിയാൻ പോകുന്നത്. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി പ്രൊഡ്യൂസറിൻ്റെ പേര് നോക്കിക്കേ, സുകുമാരി എന്നും. കണ്ടു മോളെ. പക്ഷെ മോളെ, ആ സുകുമാരി എന്ന് എഴുതിയ കളറ് കുറച്ചും കൂടി വേറെ എന്തെങ്കിലും നല്ല കളറാക്കായിരുന്നു. ഒരു തങ്കത്തിൻ്റെ കളറായിരുന്നെങ്കിൽ അത് നമുക്കൊരെടുപ്പല്ലേ? അത് ശരിയാ മുത്തശ്ശി. അതെ, ഇനി ഈ പോസ്റ്റർ എന്താണെങ്കിലും ഇരിക്കട്ടെ. ഇനി അടുത്ത പോസ്റ്ററിലേക്ക് മുത്തശ്ശി പറഞ്ഞ പോലെ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലോ, അതും കൂടി കൊണ്ടുവരണം കേട്ടോ. ശരി മാഡം. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും
പോസ്റ്ററിനോ മറ്റേ ഡിസൈനോ മറ്റോ ഉണ്ടെങ്കിൽ ഡയറക്ടറെ കാണിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് കൺഫേം ആവുന്ന ലിസ്റ്റിലുള്ളത് മാത്രം മാഡത്തിനെ കാണിച്ചാൽ പോരെ? അത് വേണ്ട, ഞങ്ങളെ എന്തുണ്ടെങ്കിലും കാണിക്കണം. ആ ഡയറക്ടറെ ഒരു മണ്ടനാണ്, അവനധികം സെൻസ് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഞങ്ങളെ കാണിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്താൽ മതി. ഞങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നോളാം. ഈ സമയം പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ സിനിമ ഒരിക്കലും പൂർത്തിയാകില്ലെന്ന് പലരും വിചാരിച്ചിരുന്നു അല്ലേ? അതെ മാഡം, അങ്ങനെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? നമ്മൾ സിനിമ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ചില്ലേ? ശരിയാ മാഡം പറഞ്ഞത്. അല്ല മാഡം, ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്, അതിലുള്ള പൈസയൊക്കെ. അന്നേരം മുത്തശ്ശി പറയണേ, എടോ ഇത്രയൊക്കെ ആയില്ലേ, അതും കൂടിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. താനെന്നാണെങ്കിലും പറഞ്ഞ ജോലികളൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്ക്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പക്ഷേ അവർ പറഞ്ഞതുപോലെ ഇനിയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞ് പണികൾ ഇനിയും തുടങ്ങാനുള്ളത്. ഇനിയും പ്രൊഡക്ഷനോ? നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ നടത്തിയതല്ലേ? ശരിയാ മുത്തശ്ശി, സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നമ്മൾ തീർത്തു. പക്ഷേ ഇനി മ്യൂസിക് കമ്പോസിഷൻ ഉണ്ട്, അത് റെക്കോർഡിംഗ് ഉണ്ട്, സൗണ്ട് മിക്സിങ്, ഗ്രേഡിങ്, അങ്ങനെ എഡിറ്റിംഗ്, പല പല കാര്യങ്ങളും കൂടിയുണ്ട്. എൻ്റെ ദൈവമേ, എന്തൊക്കെ പരിപാടികളായി സിനിമ ഷൂട്ടിങ്ങിൻ്റെയും പിടുത്തത്തിൻ്റെയൊക്കെ പുറകിലുള്ളത്. ഇതിനൊന്നും ഒരു അവസാനമില്ലേ മോളെ? മുത്തശ്ശി, സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു മേഖല തന്നെയല്ലേ? ഇനിയിപ്പോൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ടും അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് തന്നെ വേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ബാങ്കിലുള്ള ബാലൻസൊക്കെ ഏതാണ്ട് തീരാറായി. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ കുറച്ച് പണവും കൂടി കണ്ടെത്തേണ്ടി വരും. അല്ല മോളെ, അതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? അതൊക്കെ നമുക്ക് നോക്കാം മുത്തശ്ശി. എന്താണെങ്കിലും തൽക്കാലം നമുക്കിപ്പോൾ സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പിടിവള്ളി ഉണ്ടല്ലോ, നമ്മുടേതായിട്ടുള്ള ഒരു സിനിമയുണ്ടല്ലോ. ഈ സിനിമയെക്കുറിച്ച് എന്താണെങ്കിലും എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഇതിറങ്ങിക്കഴിഞ്ഞതോടെ നമ്മളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എൻ്റെ പേര് മാത്രമല്ല, പ്രൊഡ്യൂസറായ സുകുമാരി അമ്മയുടെ പേരും ഈ നാട്ടിൽ മുഴുവൻ വ്യാപിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് സ്വപ്നം കണ്ട് നിൽക്കുവാണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ചന്ദ്രശേഖരനും സാറേയും കൂടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് മുത്തശ്ശീനെ അറിയിക്കുവാണ് കേട്ടോ. അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ തകർന്ന് നിൽക്കുക ജയഭാരതിയമ്മ. എന്നാലും മക്കളെ, നിങ്ങൾ ഇത്ര നാളും ചന്ദ്രശേഖരൻ നിങ്ങളോട് ചെയ്തു കൂട്ടിയ പല ക്രൂരതകളെക്കുറിച്ചും ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെക്കുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കൊല്ലാൻ വരാൻ തുനിഞ്ഞിരിക്കുക. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മുത്തശ്ശി, സത്യം പറയാലോ, ഇപ്പോഴും ഞങ്ങളിതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. കുറേ ദ്രോഹങ്ങൾ അങ്ങേരും എന്നോടും വരുണിനോടും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നൊക്കെ മറച്ചു വെച്ചു. പക്ഷേ ഇപ്പോൾ സഹിക്കാവുന്നതിൻ്റെ മാക്സിമമായി എത്രയൊക്കെ ഞങ്ങൾ മാറി നടക്കാൻ ശ്രമിച്ചിട്ടും അയാൾ ഞങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഗതികെട്ടിട്ട മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തുറന്നു പറഞ്ഞത്. ഈ സമയം വരുൺ പറയണേ, നമ്മുടെ കഴുത്തിലൊരാൾ ഞെരിച്ചു പിടിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ നമ്മൾ പിടയുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ചെറിയച്ഛനാണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ എന്നൊന്നും നമ്മൾ നോക്കില്ലല്ലോ മുത്തശ്ശി. ഇല്ല, അത് നോക്കേണ്ട കാര്യമില്ലടാ മോനെ. അവനെ കൊന്നു കളയണം. ഇനി ഇതുപോലെ അവൻ നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് എന്തെങ്കിലും ക്രൂരതയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, അവനെ അങ്ങ് ഇല്ലാതാക്കി കളയണം. അമ്മയെന്ന നിലയിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് ചില തടസ്സങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും അവനെ പെറ്റ് ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ. പക്ഷേ തെറ്റ് ചെയ്യുന്നത് മക്കളാണെങ്കിലും ശിക്ഷിച്ചല്ലേ പറ്റൂ. അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഈ സമയം രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഇനി ടെൻഷൻ ആവണ്ട. ഇക്കാര്യങ്ങൾ മുത്തശ്ശിയോടൊന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഇനി മുത്തശ്ശി അതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് ചെല്ലാനോ ചെറിയച്ഛനായിട്ട് വഴക്കിടാനോ ഒന്നും നിൽക്കേണ്ട. അവർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് നമുക്കറിയാമല്ലോ. അന്നേരം പറയണേ, അതേ മുത്തശ്ശി, അയാളെ എന്താണെങ്കിലും പറഞ്ഞു തീർത്താനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. അയാളുടെ ഭാഗത്തുനിന്ന് ഇനി ഇതുപോലെ പല കളികളുണ്ടാകും. ആ സാറാമ്മയുടെ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അവരും ചെറിയച്ഛനും ചേർന്ന് പല കാര്യങ്ങളും ഇനിയും ചെയ്യും. പക്ഷേ നമ്മളതിനെ ധൈര്യത്തോടെ നേരിടുക. അവരെടുക്കുന്ന തന്ത്രങ്ങളിലൊന്നും വീണു പോകാതെ ശ്രദ്ധിക്കുക. എന്താണെങ്കിലും നമുക്ക് പിടിച്ചു നിന്നല്ലേ പറ്റൂ. വാരാധികെ അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അധികം റൂമിലേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ചന്ദ്രശേഖരനോടുള്ള ദേഷ്യത്തിൽ കലിതുള്ളി നിൽക്കുവാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരൻ കണിമംഗലത്തേക്ക് തിരിച്ചെത്തുന്നതാണ്. രാത്രിയിലെ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ ചന്ദ്രശേഖരൻ വീട്ടിലെത്തുന്നത്. ഈ സമയം ഉർവശി ചന്ദ്രശേഖരനെ കാത്തിരിക്കുമായിരിക്കും. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുമായിരുന്നു. വാ, ഭക്ഷണം എടുക്കട്ടെ. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നതെന്നോ? എന്തിനാ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നത്? ഇവിടെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുമെന്നറിയില്ലേ? അങ്ങനെയായിരുന്നല്ലോ ശീലം. എല്ലാ കാലത്തും അതേ ശീലങ്ങൾ പാലിക്കണമെന്നുണ്ടോ? അന്നേരം ഉർവശി പറയണേ, ഓ അത് ശരിയാണല്ലോ, ഇപ്പോൾ പുതിയ പുതിയ സൗഹൃദങ്ങളും വന്നില്ലേ? അവൾക്കൊപ്പം ഒരിക്കലേ ഭക്ഷണം കഴിക്കാൻ പോയത്, ആ സാറക്കൊപ്പം. അതെ, സാറക്കൊപ്പം തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. ഇത്രയും നേരം ഞാൻ സാറക്കൊപ്പം തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും കറങ്ങാൻ പോയി. അതിനുശേഷം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അത് കേൾക്കുന്നതും ഉർവശിക്കങ്ങ് ദേഷ്യം കയറുക. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ?
സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് കണ്ണി കണ്ടുകൊടുത്തിയുടെ കൂടെ കറങ്ങാൻ പോകുവാണെന്ന് ഇത്ര അഭിമാനത്തോടെ പറഞ്ഞു നടക്കാൻ അതിന് ഞാനെന്തിനാ നാണക്കേടുന്നത്? സാറയുടെ കൂടെ ഞാൻ അഭിമാനത്തോടെ തന്നെയായിരുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്ക് നല്ല കൾച്ചറോടെ സംസാരിക്കാനും പെരുമാറാനും അറിയാം. കാണിക്കേണ്ട മാനേഴ്സുകളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതേക്കുറിച്ച് മുർവശിക്ക് അങ്ങ് ദേഷ്യം കിരണേ. ഓ, അതിനർത്ഥം എന്താ? ഞാൻ കൾച്ചറില്ലാത്തവളാണെന്ന്, എനിക്ക് മാനേഴ്സ് ഇല്ലെന്ന് അല്ലേ? കൊള്ളാം, നിങ്ങളിപ്പോൾ വല്ലാതെ മാറിപ്പോയി ചന്ദ്രേട്ടാ. നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒന്നുമില്ലാത്തവനായിരുന്നപ്പോൾ പോലും നിങ്ങളുടെ ഒപ്പം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാൻ നിങ്ങളുടെ ഒപ്പം കൂടെ നിന്നത് ഞാൻ തന്നെയാണ്. അതിലൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ചതും ഞാൻ തന്നെയാണ്. അതൊന്നും നിങ്ങൾ മറക്കണ്ട. അങ്ങനെയുള്ളപ്പോൾ എന്നെ ഒഴിവാക്കി താനും അവളും കൂടി അങ്ങനെ രാജാവ് റാണിയും കളിക്കണ്ട. അങ്ങനെ ഉർവശിയുടെ സംസാരമൊക്കെ കേൾക്കുന്നതും നിയന്ത്രണം വിട്ട ചന്ദ്രശേഖരാണെങ്കിൽ ഉർവശിയുടെ കഴുത്ത് ഞെരിച്ച് പിടിക്കുക. ഡി, എന്തൊക്കെയാണ് നീ പറഞ്ഞത്? എൻ്റെ നേരെ ഇത്ര നിന്ന് സംസാരിക്കാനായോ നീ? ഇനി എനിക്ക് നേരെ നിൻ്റെ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. എന്നോടത് ചോദിക്കാനായിട്ട് ആരും വരില്ല എന്നും പറഞ്ഞ് ഉർവശിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുവാണ് കേട്ടോ. ഈ സമയം ഉർവശിയാണെങ്കിൽ ജീവന് വേണ്ടി പിടയുവാണ്. അന്നേരം ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ പത്മിനി. ചന്ദ്രശേഖര, വിട്, എന്തായി കാണിക്കുന്നത്? വിട് എന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ്റെ കൈ തട്ടി മാറ്റുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എടി, നിനക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കാം. 3 നേരം ഭക്ഷണവും താമസിക്കാനായിട്ട് ഒരു റൂം നിനക്ക് കിട്ടും. അതല്ല എനിക്ക് നേരെ ശബ്ദം ഉയർത്താനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിന്നെ എവിടെയാണ് കുഴിച്ച് മുറിയേണ്ട സ്ഥലം എന്ന് ഞാൻ തീരുമാനിക്കും. അതിന് പിന്നെ ഞാൻ ഒരു മടിയും കാണിക്കില്ല. അക്കാര്യം നിൻ്റെ മനസ്സിലുണ്ടാവണം എന്നും പറഞ്ഞ് ഉർവശിക്ക് താക്കീഴ്ത്ത് കൊടുത്ത് ചന്ദ്രശേഖരൻ നേരെ റൂമിലേക്ക് പോകുവാണ്. ഈ സമയം ഉർവശിയാണെങ്കിൽ ആകെ തകർന്ന കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം പത്മിനി പറയണേ, ഉർവശി, നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, കാലം മാറി സഞ്ചരിക്കും. ആ സമയം നിനക്കിതുപോലെ പല കാര്യങ്ങളും നേരിടേണ്ടി വരുമെന്ന്. അറിയാട്ടെത്തി, ഇപ്പം ഞാൻ അനുഭവിക്കുന്നതെല്ലാം ഞാൻ മുമ്പ് ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഫലം തന്നെയാണ്. ആ തെറ്റുകൾക്കൊക്കെ ഞാൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഞാൻ എൻ്റെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരുത്തിയെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. ആ സാറയെ എന്നും പറഞ്ഞ് കലിബുണ്ട് ഉർവശി മകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വരുണാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് വരുക. വരുൺ, ഈ ഡ്രസ്സാണോ ഇട്ടത്? വരുൺ ഇടാൻ വേണ്ടിയല്ല ഞാൻ ഈ ഷർട്ട് തേച്ച് വെച്ചത്. എടാ രാധികയെ, താൻ പറഞ്ഞ് വിശ്വസിക്കുമെന്നറിയില്ല. ഈ ഷർട്ടിട്ട് പോയപ്പോഴേ എനിക്ക് ലക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതെൻ്റെ ഒരു ലക്കി ഷർട്ടാണ്. അതുകൊണ്ട് ഈ ഷർട്ടിട്ട് പോയാൽ ഇന്ന് എന്തെങ്കിലും നല്ലതായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അത് കേട്ട് രാധിക ചിരിച്ചുകൊണ്ട് ചോദിക്കണേ, അത് ശരി, ഒരവിശ്വാസിയാണ്, ദൈവത്തിലൊന്നും തീരെ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലേ വരുന്നുണ്ട്. അപ്പം എടോ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്താണെങ്കിലും ഒരു ജോലി ആവശ്യമാണ്. അപ്പോൾ ആ ജോലി കിട്ടാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഏത് കഴുതയുടെ കാല് പിടിക്കാനും എനിക്കൊരു മടിയില്ല. ശരി ശരി, അതെ, ഇതിലൊക്കെ എല്ലാം ഉണ്ടോ എന്നെടുത്ത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എടോ, ഞാൻ ഫയലെല്ലാം ചെക്ക് ചെയ്ത് വെച്ചതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് നോക്കിക്കൂടെ? ശരി, തൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഫയലൊക്കെ എടുത്ത് വീണ്ടും ചെക്ക് ചെയ്യുവാണ്ടോ വരുൺ. എല്ലാം ഉണ്ട്, ഓക്കെയാണ്. എന്നാൽ ശരി വരുൺ, വാ, ഒന്ന് ഭക്ഷണം കഴിക്കുക. എടോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. അതെന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ പാടില്ലെന്ന് വല്ല വിശ്വാസമുണ്ടോ? എടോ, അങ്ങനെയല്ല, തൽക്കാലം എനിക്ക് കുടിക്കാൻ ഒരു ചായ മാത്രം മതി. താൻ വേണമെങ്കിൽ അമ്മയുടെ അച്ഛനോട് വിളിച്ചു ചോദിച്ചോ. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം വെട്ടി വിഴുങ്ങുകയും ചെയ്യും. തനിങ്ങി വാ. അങ്ങനെ വരുൺ ടേബിളിൻ്റെ ഇടയിൽ പോയിരിക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക വരുണിന് ചായയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശിയുടെ കാര്യം ചോദിക്കുക. മുത്തശ്ശി ഉറങ്ങുവാൻ തോന്നുന്നു വരുൺ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് മുത്തശ്ശി കിടന്നത്. ചെറിയച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതൊന്നും മുത്തശ്ശിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. മുത്തശ്ശി അതെല്ലാം കേട്ട് വല്ലാതെ തളർന്നിരിക്കുക. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ റൂമിൽ ഉണർന്ന് തന്നെ കിടക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ മുത്തശ്ശി അവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം വരുൺ പറയണേ, ശരിയാ, മുത്തശ്ശിക്ക് വല്ലാതെ സങ്കടമായി കാണും. എന്തൊക്കെ തന്നെ പറഞ്ഞാലും താൻ വളർത്തിയ മകനല്ലേ. ഇങ്ങനെയൊക്കെ ആയി പോകുന്നതിൽ അതിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിലും മുത്തശ്ശിക്ക് നല്ല സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടാവും. താണെന്നാണെങ്കിലും മുത്തശ്ശി ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം എണീക്കുമ്പോൾ, കേട്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന വരുണിനെയും രാധികനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് മുത്തശ്ശി കണിമംഗലത്തെത്തുന്നതാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനാണെങ്കിൽ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കസേരയിൽ ഫോണിൽ എന്തോ വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കണിമംഗലത്തെത്തിയിരിക്കുന്നത്. ചന്ദ്രശേഖരൻ്റെ പിന്നെയും വന്ന് നിന്ന് ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ വല്ലാത്തൊരു രൗദ്രഭാവത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അവിടെയുള്ളൊരു കത്തിയുണ്ട്. ആ കത്തി കയ്യിലെടുത്തുകൊണ്ട് മുത്തശ്ശി ചന്ദ്രശേഖരനെ കുത്താനായിട്ട്
കയ്യോങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്